കേരളത്തിലെ കോൺഗ്രസിന്റെ ഫയർ ബ്രാൻഡ് നേതാക്കളിൽ പ്രമുഖനാണ് കെ മുരളീധരൻ എന്ന KM. മുൻ KPCC അധ്യക്ഷനാണ്, മുൻ മന്ത്രിയാണ്, മുൻ MP ആണ്. അത്തരത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് ഇന്ന് മുന്നോട്ട് വയ്ക്കാവുന്ന ഏറ്റവും മികച്ച നേതാക്കളിൽ ഒരാള്. സംഘപരിവാറിനോട്, ഫാസിസത്തോട് എല്ലാം എന്നും സന്ധിയില്ലാത്ത സമരം ചെയ്ത് മുന്നോട്ട് പോകുന്ന ജനകീയനായിട്ടുള്ള ക്രൗഡ് പുള്ളറായിട്ടുള്ള നേതാക്കളിൽ പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ് കെ മുരളീധരൻ. അദ്ദേഹം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നും മത്സരിച്ച് തോറ്റു. അതിനുശേഷം അദ്ദേഹത്തിന് പാർട്ടി നൽകിയ ഒരു നിയോഗമെന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചുമതലയായിരുന്നു. അദ്ദേഹം ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്തു. ഏതാണ്ട് 20 സീറ്റുകളിൽ, കോർപ്പറേഷൻ പരിധിയിൽ 20 സീറ്റുകളിൽ എടുക്കാൻ UDF വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനത്തിന്, കഠിനമായ പ്രവർത്തനത്തിന് സാധിച്ചിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എവിടെ മത്സരിക്കുമെന്നതിൽ അഭ്യൂഹങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. നമുക്കറിയാം 2011 അദ്ദേഹം ആദ്യമായിട്ട് കോൺഗ്രസിൽ നിന്നും അദ്ദേഹം DAC രൂപീകരിച്ച് പോയി. പിന്നീട് കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹം ആദ്യമായിട്ട് മത്സരിക്കുന്നത് 2011 വട്ടിയൂർക്കാവിലാണ്. അവിടെ അന്ന് ചെറിയാൻ ഫിലിപ്പ് എന്ന് പറയുന്ന LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ 16,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് നിയമസഭയിലേക്ക് അദ്ദേഹം എത്തി. പിന്നീട് 2016 ആ വിജയം അവിടെ അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. 7,000-ലധികം വോട്ടുകൾക്ക് BJPയുടെ കുമ്മനം രാജശേഖരനെയാണ് അവിടെ കെ മുരളീധരൻ പരാജയപ്പെടുത്തിയത്. 2ാം സ്ഥാനത്താണ് BJP ആണ് അവിടെ എത്തിയത്. അങ്ങനെ MLA ആയിരിക്കുകയാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അന്ന് വടകരയിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് P. ജയരാജനെ നിശ്ചയിക്കുന്നു. അവിടെ മികച്ച ഒരു പോരാട്ടം നടത്താൻ, അവിടെ ആ മണ്ഡലം നിലനിർത്താൻ ഒരു കരുത്തരായ സ്ഥാനാർത്ഥിയെ വേണമെന്ന പാർട്ടിയുടെ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കെ മുരളീധരനെ അവിടെ നിയോഗിക്കുന്നു. അദ്ദേഹം സർവാത്മന സ്വാഗതം ചെയ്യുന്നു. അത് ആ ഒരു പാർട്ടിയുടെ ആ ഒരു നിർദ്ദേശം അദ്ദേഹം ശിരസ വഹിച്ചുകൊണ്ട് വടകരയിലെത്തി. അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ P. ജയരാജനെ ഏതാണ്ട് 80,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് തകർത്തുകൊണ്ട് ലോക്സഭയിലേക്ക് പോകുന്നത്. അങ്ങനെ 5 വർഷം അദ്ദേഹം MP ആയിട്ടിരുന്നു. അദ്ദേഹം MP ആയിട്ട് പോയതിന് പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം UDF കൈവിടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. CPM ആ സീറ്റ് പിടിച്ചെടുക്കുന്നു. പിന്നീട് 2021 അവിടെ CPM വിജയം ആവർത്തിക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ 2 തവണയായിട്ട് കൈവിട്ടു പോയിരിക്കുന്ന വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കേണ്ടത് UDF സംബന്ധിച്ച് അനിവാര്യമാണ്. കാരണം തിരുവനന്തപുരം ജില്ലയിലാകെയുള്ള 14 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് UDF അത് കോവളമാണ്, കോൺഗ്രസിന്റെ സീറ്റാണ്. ഇത്തവണ 100-ലധികം സീറ്റുകളുമായിട്ട് അധികാരത്തിലേക്ക് എത്താൻ കോൺഗ്രസ് ലക്ഷ്യമിടുമ്പോൾ, UDF ലക്ഷ്യമിടുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പരമാവധി സീറ്റുകൾ ലഭ്യമാക്കേണ്ടതുണ്ട്, വിജയിക്കേണ്ടതുണ്ട്. അതിൽ കോൺഗ്രസ് കണ്ടുവയ്ക്കുന്ന സീറ്റുകളിലൊന്ന് വട്ടിയൂർക്കാവ് തന്നെയാണ്. കാരണം മുൻപ് തങ്ങളുടെ സീറ്റായിരുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. മുൻപ് തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലമായിരുന്നു. അത് കോൺഗ്രസിന്റെ ഒരു കുത്തക മണ്ഡലമെന്ന് നമുക്ക് പറയാവുന്ന ഒന്നാണ്. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് BJP അവിടെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവർ നിർണായക സ്വാധീന ശക്തിയായിട്ട് അവരവിടെ വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ BJP വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് വട്ടിയൂർക്കാവ്. തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് നിയമവുമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മണ്ഡലത്തിൽ ആ മണ്ഡലം തിരികെ പിടിക്കാൻ, മികച്ച ഒരു പോരാട്ടത്തിലൂടെ ആ മണ്ഡലം തിരികെ പിടിക്കാൻ കോൺഗ്രസ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുകയാണ്. അവിടെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് കെ മുരളീധരന്റെ പേര് തന്നെയാണ്. തന്റെ മുൻ തട്ടകത്തിലേക്ക് മടങ്ങി വരാൻ കെ മുരളീധരൻ തന്നെ സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുരളീധരൻ തന്റെ പാർട്ടി നേതൃത്വത്തോട് ഇത്തരമൊരു തന്റെ താല്പര്യം അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താൻ മത്സരിക്കുന്നുണ്ട് എങ്കിൽ അത് വട്ടിയൂർക്കാവിൽ തന്നെ ആയിരിക്കും. നേരത്തെ പല മണ്ഡലങ്ങളിലും മുരളീധരന്റെ പേര് വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കേട്ടു. ഓരോ DCCകളും തിരുവനന്തപുരത്ത് തന്നെ, തിരുവനന്തപുരം സെൻട്രലിലേക്കും വട്ടിയൂർക്കാവിലേക്കും മുരളീധരന്റെ പേര് പറഞ്ഞു കേട്ടു. ഒപ്പം പാലക്കാട് ജില്ലയിലെ പാലക്കാട് മണ്ഡലം, കോഴിക്കോട് ജില്ലയിൽ നിരവധി മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഈ പട്ടികയിലേക്ക് കെ മുരളീധരന്റെ പേര് ഉൾപ്പെടുത്തിയാണ് DCC നേതൃത്വം, സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിജയസാധ്യതയുള്ള ഒരു നേതാവാണ് കെ മുരളീധരൻ എന്ന നേതൃത്വത്തിനും ഉറപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ വട്ടിയൂർക്കാവ് പോലെ കൈവിട്ടിയ ഒരു മണ്ഡലം തിരികെ പിടിക്കാൻ അദ്ദേഹം തന്നെ സന്നദ്ധനായിട്ട് വരുമ്പോൾ അത് പാർട്ടി നേതൃത്വം യെസ് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണെങ്കിൽ നിലവിലെ MLA VK പ്രശാന്തിനെതിരെ കോൺഗ്രസിന്റെ കെ മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം 11 മുതൽ 19 വരെ 8 വർഷക്കാലം വട്ടിയൂർക്കാവിന്റെ MLA ആയിരുന്നു. ആ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ ഒരു ജനപ്രതിനിധിയാണ്. മാത്രവുമല്ല അവിടുത്തെ ജനങ്ങളോടൊക്കെ തന്നെ വലിയ രീതിയിൽ ഇടപഴകി, ജനങ്ങൾ ഒരാളായിട്ട് മാറി, ജനങ്ങൾക്കൊപ്പം, ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കൂടെ നിന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവിടം തന്റെ കർമ്മമണ്ഡലമാക്കി മാറ്റി അവിടുത്തെ ജനങ്ങളെയൊക്കെ തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണ് കെ മുരളീധരൻ. ആ മുരളീധരൻ ആ മണ്ഡലത്തിലേക്ക് തിരികെ എത്തുമ്പോൾ
തങ്ങളിൽ നിന്ന് വിട്ടുപോയ വോട്ടുകൾ അവരെയൊക്കെ തന്നെ വോട്ടർമാരെയൊക്കെ തന്നെ തിരികെ കോൺഗ്രസിലേക്ക് UDF-ലേക്ക് കൊണ്ടുവരാനും അവിടെ മികച്ച വിജയം നേടാനും കഴിയും എന്ന് UDF കോൺഗ്രസ് പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ്. അത് കെ മുരളീധരൻ തന്നെ അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. താൻ മത്സരിക്കുന്നുവെങ്കിൽ വട്ടിയൂർക്കാവിൽ തന്നെയായിരിക്കും. കാരണം തന്റെ കർമ്മമണ്ഡലം അതാണ്. അവിടെ തോൽവി പേടിച്ചുകൊണ്ട് മറ്റെവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ, ഏതെങ്കിലും മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ഒരു തെറ്റായ സന്ദേശം നൽകും. അത് പാർട്ടിക്കും മുന്നണിക്കും വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കും. അത്തരമൊരു നീക്കത്തിന് താനില്ല. മത്സരിക്കുകയാണ് എങ്കിൽ വട്ടിയൂർക്കാവിൽ തന്നെ താൻ മത്സരിക്കും. തന്റെ മണ്ഡലത്തിൽ തന്നെ, മുൻ മണ്ഡലത്തിൽ തന്നെ താൻ മത്സരിക്കും. അതിന് താൻ സന്നദ്ധമാണ്. അത്തരമൊരു പോരാട്ടം, ശക്തമായ പോരാട്ടം ഏറ്റെടുക്കാൻ താൻ സന്നദ്ധനാണ് എന്ന് പാർട്ടി നേതൃത്വത്തെ കെ മുരളീധരൻ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് പാർട്ടി നേതൃത്വവും അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ശക്തമായ ഒരു പോരാട്ടത്തിനാകും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലം സാക്ഷ്യം വഹിക്കുക. BJP-യുടെ സ്ഥാനാർത്ഥികളായിട്ട് പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കെ സുരേന്ദ്രന്റെ പേര് ഒരിടയ്ക്ക് പറഞ്ഞു കേട്ടു, പിന്നീട് R ശ്രീലേഖയുടെ പേര് കേട്ടു. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള പേരുകളൊന്നും കേൾക്കുന്നില്ല. പുതിയ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ BJP-ക്ക് കണ്ടെത്തേണ്ടി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് കെ മുരളീധരന്റെ ഒരു മടങ്ങിവരവ്, അദ്ദേഹം മത്സരിക്കാൻ സ്വയം സന്നദ്ധനായത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ്. കൈവിട്ടുപോയ മണ്ഡലം, 2019 കൈവിട്ടുപോയ മണ്ഡലം 7 വർഷങ്ങൾക്ക് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം അവിടെ കോൺഗ്രസിന് മുരളീധരന്റെ സാന്നിധ്യം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ UDF മികച്ചൊരു പ്രകടനമാണ് നടത്തിയത്. അന്ന് തെരഞ്ഞെടുപ്പിന്റെ ചുമതല കെ മുരളീധരനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം, ശക്തമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് ഇരട്ടിയിലധികം സീറ്റുകളിലേക്ക് UDF-ന്റെ അംഗബലം വർദ്ധിപ്പിക്കാൻ സഹായകമായത്. അതുകൊണ്ട് തന്നെ കെ മുരളീധരന് വളരെയധികം പരിചിതമായ സ്ഥലമാണ് തിരുവനന്തപുരവും അവിടുത്തെ വട്ടിയൂർക്കാവ് മണ്ഡലവും ഒക്കെ തന്നെ. അതിനാൽ മുരളീധരനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ള കാര്യത്തിൽ ഇനിയിപ്പോൾ രണ്ടാമതൊരു ആലോചന പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അങ്ങനെ സിറ്റിംഗ് MLA-മാരുടെ സീറ്റുകൾക്ക് പുറമെ കെ മുരളീധരന്റെ മത്സരത്തിന്റെ കാര്യത്തിൽ കൂടി ഒരു അന്തിമ തീരുമാനം ആവുകയാണ്. സിറ്റിംഗ് MLA-മാരിൽ 2 പേരൊഴികെ ബാക്കി എല്ലാവരും ഇത്തവണ അതാത് മണ്ഡലങ്ങൾ തന്നെയാണ് മത്സരിക്കുക. അപ്പോൾ അതിന്റെ കൂടെ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ കെ മുരളീധരന്റെ പേരുമുണ്ടാകും. അത് വട്ടിയൂർക്കാവിൽ തന്നെയാകും എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.